പ്രവീൺ പ്രണവ്. ഞാൻ ഇതിനു മുമ്പും ഒന്ന് രണ്ട് വീഡിയോസ് ഈ ഒരു ചാനൽ റിലേറ്റഡ് ആയിട്ട് ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയുന്നതും പിന്നെ അവർ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പ്രണവ് കൊച്ചു ആ അനിയൻ്റെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരികയാണ്. റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്ക്, അവരെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് തുടങ്ങിയത് പിന്നെ അവരുടെ കുടുംബ പ്രശ്നം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ബോക്സിലേക്ക് മാറുന്നു. അതിനുള്ളൊരു എക്സ്പ്ലനേഷനായിട്ട് ഈ പറഞ്ഞ പ്രവീണിന് വരേണ്ട ഒരു ഗതി വന്നു. പിന്നെ അത് പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിനോട് കൂടി പ്രണവിനും അച്ഛനും അമ്മയ്ക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അങ്ങനെയാണ് പ്രണവ് കൊച്ചു, ആ പയ്യൻ്റെ പുതിയൊരു ചാനലാണ്. ആ ചാനലിലെ എക്സ്പ്ലനേഷൻ വീഡിയോ, ആകെ ഒരൊറ്റ ലെങ്തി വീഡിയോ ഉള്ളൂ, ബാക്കിയൊക്കെ ഷോർട്സാണ്, ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് വിഷയങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ഫാമിലി ഉണ്ട്, എല്ലാ ഫാമിലിക്കകത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് അവരുടെ റീലിനകത്ത് റിയൽ ലൈഫ് കാണിക്കുന്ന, റിയൽ ലൈഫ് ഇൻ ദ സെൻസ് എന്താണോ അവർക്ക് കാണിക്കാൻ താല്പര്യമുള്ളത്, അത് റിയൽ ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ അവരവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ ലൈഫിലുള്ള സന്തോഷങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്, ഈ കാറ്റഗറിയിലുള്ളവർക്ക് എപ്പോഴും ഈ ഒരു ഗതികേട് വരും. അപ്പോൾ എന്താണെങ്കിലും എന്താണ് ഈ പയ്യന് കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻ, അച്ഛനമ്മയ്ക്ക് എന്താണ് പറയാനുള്ള? പ്രവീൺ അവരുടെ മൂത്ത മകൻ അഡ്രസ്സില്ല, അല്ലെങ്കിൽ ഇനി വാടക വീട്ടിലേക്ക് പോവുകയാണ്, പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട വീഡിയോയുടെ ആ ഒരു കമൻറ്റ് ബോക്സിലും, ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ അനിയൻ്റെ കമൻറ്റ് ബോക്സിലേക്കും പോകുന്ന ഒരുതരം ഹെയ്റ്റ് ഉണ്ട്. നിങ്ങൾ അവൻ അങ്ങനെ ചെയ്തോ, അഡ്രസ്സ് ഇല്ലാത്തവനാക്കിയോ, ആ വിഷമത്തിൽ നിന്നാണ് ഈ വീഡിയോ വരുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെരി അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ ഒരു പ്രൈവറ്റ് ജീവിതം, നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ജീവിതമായിരിക്കും നമുക്ക് ആഗ്രഹം. നമ്മളൊരിക്കലും നമ്മുടെ അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ളവർക്കോ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കാറില്ല, അത് പ്രൈവറ്റാക്കി വെക്കാറാണ്. അവിടെയാണ് ഈ പറഞ്ഞ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ബേർഡൻ, ബാഗേജ്, തലവേദന നടക്കുന്നത്. എന്താണെങ്കിലും അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കാരണം ഇവർക്ക് മാസീവ് ഹെയ്റ്റ് വരുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ, കാരണം മൂത്ത മകൻ വന്ന് പറഞ്ഞിട്ട് പോയി, അച്ഛനും അമ്മയും അനിയനും ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ. കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ഹെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവരും പുറത്തിറങ്ങേണ്ട ആളുകളാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഈ അനിയനും അച്ഛനും അമ്മയും പറയുന്നത് എന്നുള്ളത്. ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട, നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് സൈഡും കേൾക്കേണ്ട ഒരു അവസ്ഥ വരാൻ കാരണം ആളുകളുടെ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകളുടെ ചോദ്യങ്ങൾക്ക്, ആളുകളുടെ ഹെയ്റ്റിന് അല്ലെങ്കിൽ അവരുടെ ഊഹാപോഹങ്ങൾക്ക് ഒരു ഉത്തരമായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ ഈ രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ സൗണ്ട് ഉള്ളൂ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ആ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതിലൊരു കുറ്റപ്പെടുത്തൽ എലമെൻറ്റ്. ഇപ്പം ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, എനിക്ക് കുറേ ചോദ്യങ്ങൾ വരുന്നു, അപ്പം ഞാൻ അതിനൊരു റിപ്ലൈ ആയിട്ട് വരികയാണ്. ആ ടൈമിൽ എൻ്റെ സംസാരത്തിൽ എവിടെയെങ്കിലും ഞാൻ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവരെക്കുറിച്ചൊരു കുറ്റപ്പെടുത്തൽ വേണ്ട, നമ്മുടെ ഒരു സങ്കടം പറഞ്ഞാലടക്കം അത് ഓഡിറ്റ് ചെയ്ത് അതിലൊരു 100 അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള കമൻറ്റ് ബോക്സ് വ്യൂവർഷിപ്പ് ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓടി ഒളിക്കാൻ പറ്റില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥങ്ങളും 100 പേഴ്സ്പെക്റ്റീവ്സും വരും. അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഓണാണ്, ചെയ്തേ പറ്റൂ, വേറെ അവസ്ഥ ഇല്ല. അപ്പോൾ പിന്നെ രണ്ട് സൈഡും കേൾക്കേണ്ടതായിട്ടുള്ളൊരു സംഗതി വരാതിരിക്കില്ല. രണ്ട് സൈഡും പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരും. കാരണം ഇവരും പുറത്തിറങ്ങേണ്ടവരാണ്, വീടിനകത്തിരുന്ന് വ്ളോഗ് ചെയ്ത് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്നവരല്ലല്ലോ. പുറത്തിറങ്ങണം, സൊസൈറ്റിയെ കാണണം. ഇനി നേരിട്ട് ചോദിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും മാറി നിന്നുള്ളൊരു ചിരി പോലും നമുക്ക് ചിലപ്പോൾ എന്താവും, നമ്മൾ വേറെ ശരി ചിലപ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ നോക്കിയിട്ടുള്ള സന്തോഷം കൊണ്ടോ നമ്മളുടെ ഇഷ്ടം കൊണ്ടോ ചിരിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മളെ മൈൻഡിനകത്ത് ഈ ഇഷ്യൂസ് കടന്ന് കളിക്കുന്നുണ്ടല്ലോ,
ഇതുകൊണ്ടുള്ള ഒരു കളിയാക്കൽ ചിരിയാണെന്ന് നമുക്കും പേഴ്സണലി തോന്നും. അപ്പം പറയാനുള്ള സംഗതികൾ പറയുക അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഗതി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത നമ്മുടെ ഭാഗം പറഞ്ഞേ പറ്റൂ. കാരണം എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. എല്ലാം ഇവിടുത്തെ സർവത്ര കാര്യങ്ങളും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഫൈനൽ എല്ലാം ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് ഇവിടുന്ന് ആവും. എല്ലാം പ്രേക്ഷകരിലെ അറിയിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്ന് പ്രേക്ഷകരെ കണ്ട് എല്ലാം അങ്ങനെയാണല്ലേ മുന്നോട്ട് പോകുന്നത്. എല്ലാം അവർക്ക് ലൈക്ക് ആ വ്യൂവർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ 2 സൈഡ് വ്യൂവർഷിപ്പിലേക്ക് എത്തിക്കുക, എന്നൊരു വ്യൂവർഷിപ്പ് തീരുമാനിക്കട്ടെ എന്നുള്ള സ്റ്റാൻഡിൽ മുന്നോട്ട് പോവുക. അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നെ. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയടുത്ത്. അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല, അവനത് ഇടും എന്നാണ് പറഞ്ഞു. പക്ഷെ അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാ അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയതിന് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിന് ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നവൻ. വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ, പിന്നെ വില്ലേജ് എവിടെ, എല്ലാം ചോദിച്ചിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്. ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത്? എനിക്ക് വേറെ ഏത് വീടുണ്ട്? നമ്മുടെ കുടുംബം ഏതാ? ഇതാണ്. അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അമ്മയുടെ അപ്പോഴേ വന്ന് ചോദിച്ചു, വില്ലേജും താലൂക്കൊക്കെ ചോദിച്ചു. അമ്മ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട്, തെറ്റാതെ. അത് തന്നെയാണ് കുഞ്ഞിന്റെ അഡ്രസ്സ്. അവന് വാർഡ് എത്ര നമ്മളെ വാർഡ് നമ്പർ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു. കുഞ്ഞിന് അവിടെ ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് ഡെഫിനറ്റ്ലി വരും. കാരണം ഇവരുടെ ഭാഗം അറിയാതെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ പയ്യൻ്റെ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ അതിനകത്ത് അഡ്രസ്സ് ഇല്ലാത്ത ഒരാളായി, എൻ്റെ കുട്ടിക്ക് അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥയായി എന്നൊക്കെ പറയുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ട് ആളുകൾ റിയാക്ട് ചെയ്യില്ല. അതിനിപ്പോൾ ആളുകളെ കുറ്റം പറഞ്ഞിട്ടോ കമൻറ്റ് ബോക്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഓക്കെ, അത് അവിടെ നിന്ന് വന്ന ആ ഒരു സംസാരത്തിലൂടെ ആളുകൾക്ക് കൺവേ ആയ കാര്യം മാത്രമാണ്. ഇപ്പം നിങ്ങൾ ഈ വന്നിരുന്ന് പറയുമ്പോഴാണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ മനസ്സിലാവുക. ബട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആ വീടിൻ്റെ അഡ്രസ്സും പഞ്ചായത്തും നമ്പറും പിൻകോഡൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ പയ്യൻ പറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ആ എൽഡർ ബ്രദർ പറഞ്ഞത്, പ്രവീൺ പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് അഡ്രസ്സ് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറേ അർത്ഥങ്ങളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. അതല്ലാതെ ഈ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മളുടെ ആ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനമല്ല. ഇവർ പറയുന്നത് അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ്, പിന്നെ എന്തിനവൻ പറഞ്ഞു എന്നുള്ളത് അങ്ങനെയല്ല. അത് അവൻ്റെ വിഷമമാണ് പറഞ്ഞത്. അതായത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്, എൻ്റെ ചുറ്റുപാട്, എൻ്റെ സ്ഥലങ്ങൾ, ഞാൻ എന്താണോ അതെൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ജനിച്ചു, എൻ്റെ കുട്ടി ജനിക്കുന്ന സമയത്ത് അവനിലേക്ക് പോകാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അതിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ തീരും എന്നുള്ളതിൻ്റെ ഒരു ഹോപ്പ് എവിടെ കിടക്കണമെന്ന് വെച്ചെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത വീഡിയോ അനിയൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടൻ, അത് ഇവർ കാണുന്നുണ്ട്. സോ അതിൽ തന്നെ ഒരു ഹോപ്പ് ഉണ്ട്, നാളെ എത്രയും പെട്ടെന്ന് ഇത് മാറി ഇവരെല്ലാവരും ഒന്നിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഹോപ്പാണ് ആ ഒരു അയച്ചു കൊടുക്കുന്നത് തന്നെ. എവിടെയും ഇവരുടെ കണക്ഷൻ മിസ്സായിട്ടില്ല, കട്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തും അമ്മേനെ വിളിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളും കുട്ടിയുടെ ചോദിക്കുന്നു. സോ ഇതൊക്കെ നാളുകളിൽ മാറാം. ഓക്കെ, പിന്നെ സൊസൈറ്റിയെ അല്ലെങ്കിൽ വ്യൂവർഷിപ്പിനെ പേടിക്കണോ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഡിഫെൻസീവ് ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വേണം. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒന്നിച്ചിരുന്ന് ഇപ്പോൾ അവരുടെ ആ മൂത്ത മകൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ ഇവരുടെ വീഡിയോസിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ ആയിരുന്നില്ലേ? മനസ്സിലായോ? ആ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരും കൂടിയും ഏട്ടൻ്റെ വൈഫിനെ ഭയങ്കരമായിട്ട് നോക്കുന്നു. കുറേ നല്ല ഹാപ്പി മൂമെൻറ്റ്സ് അവരുടെ വീഡിയോസ്. ഇതൊക്കെ കാണുന്ന വ്യൂവർഷിപ്പിന് അവർ ഈ പറഞ്ഞ പോലെ അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തൽ വരുമ്പോൾ ചേരി തിരിയും. ഇപ്പോൾ റോട്ടിലൊരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇടിച്ചവൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവും, ഇടി കിട്ടിയവൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവും. ഇതൊന്നും അല്ലാതെ ഇതൊന്നും കാണാത്തയും കേൾക്കാത്തയും വേറെ ഒരാൾ വന്നിട്ട് പിന്നെന്ത് ചെയ്യും? അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കും. ബേസിക്കലി അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, നിങ്ങളുടെ റെഗുലർ വീഡിയോ കാണുന്നവരിൽ അച്ഛനമ്മേനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഏട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അനിയനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, വൈഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ, ആൻഡ് ഇപ്പം ഈ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായി, പിന്നെ ഇനി വഴിയില്ല. എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുള്ളൊരവസ്ഥ വന്നാൽ പോലും നമ്മളെന്താ ചെയ്യുക, ഒരു മീറ്റർ പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ആ മീറ്ററിനപ്പുറം ഇമോഷണൽ ആയാലോ, കുറ്റപ്പെടുത്തലുകൾ എവിടെയെങ്കിലും പുറത്ത് ചാടിയാലോ, വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ വീഡിയോസിനെ ശ്രദ്ധിക്കുന്ന, അതിലുള്ള ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുക്കുന്ന അത്രയും സൂക്ഷ്മ നിരീക്ഷകരായിട്ടുള്ള വ്യൂവർഷിപ്പാണ്. അപ്പോൾ നിങ്ങളെ വായനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ജസ്റ്റേഴ്സിനോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നാളെ വേറൊരു സീനാക്കി ഇവർ കമൻറ്റ് ബോക്സിലേക്ക് കൊണ്ടുവരും. പിന്നെന്താ പറയുക, പിന്നെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളതാണ്, എൻ്റെ ഫാമിലി സോഷ്യൽ മീഡിയയിലുള്ളതാണ്. നാളെ എൻ്റെ തന്തയ്ക്ക് വിളി വരാം, എന്നെ നല്ലത് പറയാം, എന്നെ പൊക്കി പറയാം, നാളെ എന്നെ എടുത്തിട്ട് അടിക്കാം, നാളെ എന്നെ കുറ്റക്കാരനാക്കാം, ഒക്കെ ഇവർക്ക് ചെയ്യാം. അതൊക്കെ ആളുകൾക്ക് എങ്ങനെ നമ്മളെ വീഡിയോ കൺവേ ആവണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അതേ ഡയമെൻഷനിലൊരു വീഡിയോ 100 ആൾ കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, നാളെ ഇതൊക്കെ എന്താ പറയുക നമ്മൾ റെഡി ആവണം. അല്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ച് പോകണം. അത് നടക്കില്ല. കാരണം കമൻറ്റ് ബോക്സ് ഇൻട്രാക്ഷനൊക്കെ നമുക്ക് അത്യാവശ്യം ഇടണമെങ്കിൽ വീഡിയോക്ക് റീച്ചും കാര്യങ്ങളും പോകുന്നുള്ള എല്ലാവർക്കും അറിയുന്ന ഫാക്ടറാണ്. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പോൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അവ എൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല. ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ഇവര് ഇമോഷണൽ സ്പേസിൽ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ മണ്ടത്തരാണ്. അത് എനിക്ക് പറയാനുള്ളൂ ഇവരോടൊക്കെ. നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്യൂസോ ആളുകൾക്ക് കൺവേ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഈ അനിയൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഇമോഷണലായി പറഞ്ഞ് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ തുടങ്ങി വെക്കും ചെയ്തു. ഇതിന്നിപ്പോൾ കാണുന്നൊരു പ്രേക്ഷകന് ഡെഫിനറ്റ്ലി മനസ്സിലാവും, അച്ഛനമ്മമാരെന്താണെങ്കിലും മക്കൾക്ക് മോശമായ രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന രീതിയിൽ അവരൊന്നും ചെയ്യില്ല. അതെല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ്. വളരെ റെയറായിട്ട് ആരെങ്കിലുമൊക്കെ മക്കൾക്ക് ഇട്ട് പണിയുന്നവരുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാവരും മക്കൾ നന്നായിട്ട് പോട്ടെ എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും അവരുടെ ലൈഫ് തന്നെ അവർ സാക്രിഫൈസ് ചെയ്ത് പോകുന്നത്. ഇതിലിപ്പോൾ ഇത് കാണുന്നൊരു വ്യൂവറിന് ബേസിക്കലി മനസ്സിലാവുന്ന കാര്യം, പ്രശ്നം അച്ഛനും അമ്മയും ആ പയ്യനും അല്ല, ഏട്ടനും അനിയനും തമ്മിലുള്ളൊരു സീനിലാണ് കാര്യങ്ങൾ മാറിയത് എന്നുള്ളത് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് പോകുന്നുണ്ട് ഈ പയ്യൻ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി എന്താവുമെന്ന് അറിയാം. ഇനി ഇങ്ങനെ കൂടുതൽ ഡിസ്കഷനിൽ വരിക, കൂടുതലായിട്ട് സംസാരിക്കുക, കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ വരും. മേ ബി ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് മേ ബി ഇതിനൊരു റിപ്ലൈ മാക്സിമം റിപ്ലൈ വരാതിരിക്കുന്നതാണ് ഇവർക്കും ആ പയ്യനൊക്കെ നല്ലത്. കാരണം അവിടെ എന്താ പറയുക പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി ഉണ്ടായി, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് വേറെ ആയിരിക്കും. ഭാര്യ, ഹസ്ബൻഡ്, കുട്ടി, അവരുടെ വേറൊരു സംഗതിയിലേക്ക് അവർ മാറിപ്പോവുകയാണ്. ഇവിടെ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ള ട്രിഗറിങ്ങും ഇപ്പോൾ ഇവരുടെ ഒരു എക്സ്പ്ലനേഷനും ഇതിന്ന് വരുന്നൊരു ഹെയ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഇവരുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്ക്, ഭയങ്കരമായിട്ട് ഇതിനടിയിൽ ഈ പറഞ്ഞ ഇവരുടെ തന്നെ മകനെയും ഈ പയ്യൻ്റെ ഏട്ടനെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് സഹിക്കൂ. കാണുന്ന വ്യൂവേഴ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ പോയിട്ട് കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും ഈ പയ്യൻ്റെ ഏട്ടനെയാണ്. ഈ പയ്യൻ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇവൻ പല കാര്യങ്ങളും പറയുന്നില്ല എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും മകനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ വന്നിരുന്ന് സങ്കടം പറയുന്നത്. സോ നിങ്ങൾ ബേസിക്കലി അവിടെ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആ അച്ഛനും അമ്മയുടെയും അനിയൻ്റെയും മുല്ല ആ ഏട്ടനെ കുറിച്ചുള്ള ഹെയ്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഏട്ടൻ്റെ വൈഫിനെ കുറിച്ചുള്ള ഹെയ്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരെ മരുമകളെ കുറിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ പോയി നോക്കുമ്പോൾ അവിടെ അൺസബ്സ്ക്രൈബ് അവിടെ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. അച്ഛനെയും അമ്മയും അനിയനെയും വിട്ടിട്ട് വന്ന നീ
എന്ന് പറഞ്ഞുള്ള പരിപാടികൾ അവിടെയും തുടങ്ങി. അപ്പോൾ ഇവരുടെ വീഡിയോ എന്നുള്ളൊരു ഹേറ്റ് അങ്ങോട്ടും, അവരുടെ വീഡിയോ എന്നുള്ളൊരു ഹേറ്റ് ഇങ്ങോട്ടും. ഷോ അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിന്നെ താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാരി ഒരു കുഞ്ഞു വീട് അവിടെ ഇട്ടുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ഗൈസ്, അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടു പൊക്കോ. അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. ഇതില് കാര്യപ്പെട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ പറയല്ലോ, എനിക്ക് പേഴ്സണലി ഇതിലൊരു ഒന്നും പറയാനില്ല. ഇവരോട് ആകെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ഇപ്പോൾ 1 ആയി 2 ആയി ഓക്കെ, ഇനി കൂടുതലായിട്ട് ലൈക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ലൈക്ക് നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ജസ്റ്റ് ഒരു ടൈമിൻ്റെ ഇഷ്യൂ മാത്രമേ കാണൂ. ഇത് അത്രയൊന്നും കൂടുതലായിട്ട് സംഭവിക്കില്ല ഇതിലൊന്നും. മേജറായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തീരാത്ത പകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഏട്ടനും അനിയനും അച്ഛനും അമ്മയും മക്കളും തമ്മിലൊന്നും വരൂല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് തോന്നുന്ന ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനത്തെ സാധനങ്ങളെ കാണൂ. ഓക്കെ, പിന്നെ ഓബ്വിയസ്ലി ഒരു കാര്യമുണ്ട്, അതിന് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് ആളുകളുടെ ഇടയിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളതും ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരു അൺലിമിറ്റഡ് എന്താ പറയുക ഒരു ഇൻകം സോഴ്സായിട്ടാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവന് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻകം സോഴ്സാണ് ഈ സാധനം. ഈ ഇൻകം സോഴ്സ് എങ്ങനെയാണ് എഫക്റ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ആ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള അത്രയും പൈസ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ, ഞാൻ ബിഗ് ബോസിൽ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഈ ഒരു സാധനം വന്നു, അതിന് നല്ല മോണിറ്ററി ബെനിഫിറ്റൊക്കെ കിട്ടാൻ തുടങ്ങിയ ടൈമിൽ നമ്മൾ വാല്യൂ ചെയ്യാതെ ആവുന്ന കുറേ വാല്യൂസ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും നമ്മൾ വാല്യൂ കണ്ടെത്താതെയാവും, നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെയൊക്കെ സമയത്ത് നമ്മളെ വാക്കിലൂടെ വരുന്ന വർത്താനമോ നമ്മുടെ പ്രവൃത്തികളോ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവും ബാക്കിയുള്ളവർക്ക്. അത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. പിന്നെ ഏതെങ്കിലും സ്റ്റേജിൽ നമ്മളത് മനസ്സിലാക്കി നമ്മളത് തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയി കാണും. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നവർക്ക് ഇൻകം ഇങ്ങനെ വരാൻ തുടങ്ങി അവരൊരു ഫെയിം ഫേസിലേക്ക് എത്തുമ്പോൾ വരുന്ന സ്ട്രഗിളിൻ്റെ ഒരു കൂട്ടത്തിൽപ്പെട്ടൊരു സാധനമാണ്. അതായത് ഇൻകം വരുന്നുണ്ട്, ഫെയിം കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ നമുക്ക് അൺബാലൻസിങ് വരുകൂടി. നമ്മൾ ഡേ ടു ഡേ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോയിരുന്നത് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി കുറച്ചും കൂടി ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ്ങിലേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കിത് അതങ്ങനെയാണ്, അത് അനുഭവിച്ചവർക്കേ അതല്ലെങ്കിൽ അതിലൂടെ ഗോ ത്രൂ ചെയ്തവർക്കേ അതിൻ്റെ ഒരു സംഗതി മനസ്സിലാവും. ഇതൊക്കെ ഇനി സ്റ്റേബിൾ ആവണം, ഇതൊക്കെ പക്കയായിട്ട് നോർമലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സംസാരിക്കണം, അതിനൊരു ഇനീഷ്യേഷൻ എടുക്കണം, നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം നമ്മളെ ഭാഗത്തുനിന്ന്. അതായത് ഞാനാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഞാനാണ് പ്രശ്നം എന്നുള്ളത് ആരുടെ ഭാഗത്താണോ ജെന്യുവിനായിട്ട് പ്രശ്നം പറ്റിയ അവരത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റണവർക്ക് അതിന് ചിലപ്പോൾ സമയം പിടിക്കും. അപ്പം ഞാനങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. എൻ്റെ ഭാഗത്തുനിന്ന് കുറേ സീനുകളുണ്ടായിരുന്നു, ഞാനത് മാറ്റി സംസാരിച്ചു, മാറാൻ തുടങ്ങി. ലൈഫിൽ എങ്ങനെയാണോ പണ്ട് ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, ഹാപ്പി മൊമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണോ നമുക്കത് ഹാപ്പിനെസ് തന്നിരുന്നത് അത് വീണ്ടും റീകളക്ട് ചെയ്യാൻ പഠിച്ചു. നമുക്കതാണ്, അങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറേണ്ടി വരും. ഒരു ചാനലിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ പേരിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടുത്തോ അത് ചാനലൊക്കെ ഇന്ന് മാറാം, ഇന്നൊരു വ്യൂവർഷിപ്പ് കിട്ടാം, നാളെ വേറെ വരാം. എന്നും നമുക്ക് എന്നും ട്രെൻഡിങ്ങിൽ നിൽക്കാനോ വൈറലായി നിൽക്കാനോ പറ്റില്ല. പക്ഷേ എന്നും കൂടെ നിൽക്കുന്നവരൊപ്പം നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നൊരു സ്ട്രെങ്ത്. ഞാൻ ബേസിക്കലി ഇവരെ ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവരെ ഫാമിലിയാണ്, അച്ഛൻ, അമ്മ, മക്കൾ, മരുമകൾ, കുട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഫ്രെയിം ഇപ്പം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇവർ ഈ സീനുകളൊന്നും ഇല്ലാതെ അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഭാര്യയും കുട്ടിയും കൂടിയുള്ളൊരു ഫ്രെയിം, കാരണം അതിൻ്റെ ബിൽഡപ്പായിരുന്നു ഇവരെ ചാനലിൽ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആ ഫ്രെയിമേ മിസ്സിങ് ആയിപ്പോയി. എന്തായാലും അത് റീകണക്റ്റ് ആവട്ടെ, എല്ലാവരും ഒപ്പം വരട്ടെ എന്നല്ലാതെ നമുക്ക് എന്ത് പറയാം. നമ്മൾ ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാർഡിലോട്ട് ഇറക്കുന്ന സമയത്തും
ഞാൻ അവിടെ നിൽപ്പുണ്ട്, എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് അവര് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അന്നും ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നായിരുന്നു, കുഞ്ഞിന്റെ ഒരു ദിവസം വന്നായിരുന്നു. അവ ഇവിടെ കിടന്ന് ഉറങ്ങി ഡിസ്ചാർജ് ആയി പോയി. അവ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് അവന് വീഡിയോ എന്തോ എടുക്കാണ്ടായിരുന്നു. അവൻ പുറത്ത് വീഡിയോ എടുത്തോണ്ട് വന്നു. അപ്പോഴൊന്നും അപ്പോഴെല്ലാം അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പോഴവൻ പറയുന്ന അവന് അഡ്രസ് ഇല്ലെന്ന്. ഇപ്പം അന്നേരം ഇതിപ്പോ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക, നിങ്ങള് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കാനായിട്ട് നിൽക്കരുത്. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറയാൻ വരത്തില്ല. അത്രയ്ക്ക് ഇന്നലെ തൊട്ടുന്നല്ല ഏതാണ്ട് 1.5 മാസം കൊണ്ട് പിന്നെ കുഞ്ഞിന്റെ കാര്യം പറയുന്നു. ഒരിക്കലും നമ്മളെ മോനെ കുഞ്ഞിനെ പറയില്ല. അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല. അത് ഇതൊക്കെ പിന്നെ സമയത്തിന്റെ ആയിരിക്കാം. ചിലപ്പോ ഒരേ സമയത്ത് ഒരേ വരും. പാവൻ കുഞ്ഞു മോ എന്തിനു ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മള് അങ്ങനെ മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ. ഒരിക്കലും ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളവരാ ഞങ്ങള്. അതിനുവേണ്ടി ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അത്രയൊക്കെ പറയുള്ളൂ. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കില്ല. ഈ അച്ഛൻ പറഞ്ഞ തന്നെയാണ്, അതായത് മക്കൾക്ക് വേണ്ടിയേ അച്ഛനും അമ്മയും ജീവിക്കും. മക്കൾ നന്നായിട്ട് ജീവിക്കുക, സന്തോഷത്തോടുകൂടി ജീവിക്കുക, കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. ആൻഡ് ഇതിലുള്ളൊരു പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു തരാം. ഇവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ ഷോർട്സിനകത്ത് കിടക്കുന്നുണ്ട്. കുട്ടിയെ അവർ കണ്ടിട്ടുണ്ട്. ആ പയ്യൻ ഇതിന് ശേഷം അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എവിടെയോ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ വന്നുപോയ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ആരെങ്കിലും തമ്മിൽ, ഏട്ടനോ അനിയനോ ആരെങ്കിലുമൊക്കെ തമ്മിലായി എന്താണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു ഗ്യാപ്പോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ഏട്ടന് തോന്നിക്കാണും ഒരു സ്പേസ് കൊടുക്കണം, ഭാര്യ കുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ തോന്നൂലൂടെ ചിലപ്പോൾ മനുഷ്യൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു സാഹചര്യത്തിൽ തോന്നിയതായിരിക്കാം. സോ എന്താണെങ്കിലും ഇവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരൊറ്റ ഫ്രെയിമാണ്. അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയൻ, ഭാര്യ, കുട്ടി. ആ ഫ്രെയിമിലേക്ക് തന്നെ ഇവർ തിരിച്ചു പോട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, മൈനർ മിസ്റ്റേക്കുകളൊക്കെ നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും വിഷയങ്ങൾ പറ്റുന്നതുമാണ്. ഇതൊന്നൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഏട്ടന് നേരെയും ഭാര്യയ്ക്ക് നേരെയും ഇതിനനുസരിച്ച് കുട്ടിക്ക് നേരെയും നിങ്ങൾ നടത്താതിരിക്കുക ദയവ് ചെയ്തിട്ട്. കാരണം ഇതൊക്കെ നാളെ പറഞ്ഞു തീർന്ന് ഒന്നിക്കാവുന്ന പ്രശ്നങ്ങൾ. ഇനി പറഞ്ഞു തീർന്ന് ഒന്നിച്ച വിഷയം എന്താവുമെന്നറിയോ? ഇത് നാടകമായിരുന്നില്ലേ? അനിയൻ്റെ ചാനൽ വളരാൻ വേണ്ടി ഏട്ടനും അനിയനും കൂടി കളിച്ച നാടകമല്ലേ എന്നുള്ള ചോദ്യം ഫേസ് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. ഈ ഫാമിലിയോടാണ് പറയുന്നത്. നിങ്ങൾ അതിനും ചിലപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കേണ്ടി വരും. നാളെ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, എങ്ങനെയാണോ നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ നമ്മൾ പുറത്ത് പറയുമ്പോൾ അതിൽ വില്ലന്മാർ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും, ഹീറോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്നേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, സീരിയൽ എടുത്ത് ഒഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയലിനകത്ത് അമ്മായിയമ്മ കൊടൂര എന്താ പറയുക വില്ലൻ പരിവേഷമായിരിക്കും. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ മരുമോൾക്കായിരിക്കും ആ ഒരു കൊടൂര പരിവേഷം നാട്ടുകാർ മൂന്നാമതൊരാൾ ഇത് കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരാൾ കൊടുക്കുന്നത്. ഇതൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താവും? വീട്ടിലെ അച്ഛൻ എവിടെയായിരുന്നു, മകൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വേറെ വരും. നമ്മുടെ ലൈഫിൽ നമ്മുടെ വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയും. മനസ്സിലായി? ഇതിൽ ആരും വില്ലനല്ല, ആരും ഹീറോ അല്ല. ജസ്റ്റ് ഒരു ടൈമിൽ നമുക്കൊക്കെ വരുന്ന ഇമോഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ വരുന്ന വാക്കുകളും സംസാരത്തിലും വരുന്ന കുറച്ച് സങ്കടവും കുറച്ച് ദേഷ്യവുമാണത്. അതൊന്നും ഇല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകില്ല. വളരെ പ്ലെയിൻ, എന്നും സന്തോഷിച്ച് ലൈഫ് മുന്നോട്ട് പോയാൽ ഭയങ്കര പ്ലെയിൻ ആയിരിക്കില്ലേ? ഒരു രസമില്ലല്ലോ. അടി ഉണ്ടാവണം, കച്ചറ ഉണ്ടാവണം, കുറച്ച് ദിവസം മിണ്ടാതിരിക്കണം, പിന്നെ നമ്മൾ കാണുമ്പോൾ വരുന്ന സന്തോഷവും അതാണ് ലൈഫ്. അച്ഛൻ പറഞ്ഞ പോലെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചുള്ള ഫ്രെയിം വരട്ടെ. ഓക്കെ, ദയവ് ചെയ്തിട്ട് ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പം എന്നോട് പലരും ചോദിക്കും, നീ എന്താണ് കണ്ടന്റ് ആക്കി, നിനക്ക് കണ്ടന്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ, നീ ഇത് ചെയ്യണം, ഇഷ്ടംപോലെ പേര് ചോദിക്കും. അവരെ പോലെ തന്നെയാണ് ഞാനും. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അവർ പബ്ലിക്കായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന സാധനം ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. ഇത് എനിക്ക് മാത്രം മറ്റേ തീരെഴുതി തന്ന സാധനമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്കും മൊബൈലുണ്ട്, ക്യാമറ ഉണ്ട്, സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റും. നിങ്ങളും ചെയ്തോ, നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നു, ഞാനത് വീഡിയോ ആയിട്ടിടുന്നു. അങ്ങനത്തെ ഒരു മാറ്റം മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ.
ഒന്നിക്കട്ടെ. യാ